എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ എക്സ്ട്രാക്റ്റും ഗ്ലിസറേറ്റും വെച്ചിട്ട് നമുക്ക് നല്ലൊരു കോൾഡ് പ്രോസസ്സിങ് ക്രീമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കോൾഡ് പ്രോസസ്സിങ് ക്രീം മെയിനായിട്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്രീമുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹോട്ട് പ്രോസസ്സിങ് എപ്പോഴും ഹെവി എമിൾസിഫയറാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് മിക്കവാറും. ഈവൻ അത് മോക്കുരുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാലും പലർക്കും പിമ്പിൾ വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ജെൽ ബേസ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓയിൽസും വളരെ ചെറിയ ക്വാണ്ടിറ്റി ഓയിൽസും നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾക്കൊരു സ്കിന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഏത് ടൈപ്പ് സ്കിന്നിനാണ് വേണ്ടതെന്ന്. ഇതിപ്പോൾ ഒരു 50 വയസ്സിന് എബോവുള്ള ആൾ കണ്ണിൻ്റെ കടിയിൽ കറുപ്പും അതുപോലെ തന്നെ മുഖത്ത് പല ഡീകളറേഷനൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാനത് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഒന്ന്, നമ്മുടെ നാട്ടിൽ ഇത് അവൈലബിൾ ആവില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് എമിൾസിഫയർ, കോൾഡ് പ്രോസസ്സിങ് എമിൾസിഫയർ ഞാൻ ഉപയോഗിക്കുന്നത് അത് സിന്തറ്റിക് ആണ്. പക്ഷെ ഒന്നും കൂടി നല്ല ഒരു ഹൈ ഗ്രേഡിലുള്ളതാണ് സെപ്പിസൻ മാക്സ് എന്ന് പറയുന്നത്. പിന്നെ MT10 ഉണ്ട്. ഇത് രണ്ടും നല്ലതാണ്. ഈ കാർബോമർ വെച്ച് നമുക്ക് ജെല്ല് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അതാണ് തമ്മിലുള്ള വ്യത്യാസം. ജെല്ല് ഉണ്ടാക്കാം കാർബോമർ വെച്ച്, പക്ഷെ അതൊരു എമിൾസിഫയർ അല്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ ഫോമുലയിലേക്ക് പോകാം. അതിന് മുൻപ് ഞാൻ കുറച്ച് സ്റ്റാർ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തട്ടെ. ഒന്ന്, ശംഖുപുഷ്പത്തിൻ്റെ 2 കാര്യങ്ങൾ, ഗ്ലിസറേറ്റും അതുപോലെ ടീയും. പിന്നെ ഈ റോസ് ഹിപ്പ് ഓയിൽ എന്ന് പറയുന്ന ഓയിൽ, അത് ഒത്തിരി നല്ലതാണ് ഈ മുഖത്ത് കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പുകൾ പാടുകളൊക്കെ മാറാനായിട്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ ക്രീം നമുക്ക് കൂടി വന്നാൽ മാക്സിമം 1 ഇയറൊക്കെ നമുക്കിത് വെക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കൊക്കോ കാപ്രിലേറ്റ് എന്ന് പറയുന്ന കോക്കനട്ടിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന, ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒലീവ് സ്ക്വിലൈനും അതും ഇതുപോലെ ഒലിവ് ഓയിലിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഈ 3 ഓയിൽസ്. പിന്നെ വൈറ്റമിൻ ഇ വളരെ ഒരു ചെറിയ പെർസെൻറ്റേജ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എസെൻഷ്യൽ ഓയിലുകൾ നീരോളി ആൻഡ് ജെറേനിയം, ഇത് രണ്ടും സ്കിൻ നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് പുതിയ സ്കിന്ന് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ സോളാഗമും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പെർസെൻറ്റേജ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസിങ് എഫക്റ്റും സ്പ്രെഡിങ് ഇത് ഒരു നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ സ്റ്റാർ, അതായത് ഈ ഇതിന് വേണ്ടിയുള്ളത്. ഈ ഡാർക്ക് കളറുകൾ പോകാനായിട്ടും എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകാനായിട്ടും സ്കിൻ റീജനറേഷനും അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് നിർത്താനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ആദ്യം എപ്പോഴും നമ്മൾ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യുക, നന്നായിട്ട് എല്ലാം ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയൊക്കെ എടുക്കുക. അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഇപ്പോൾ വെള്ളം 36.75 50 ഗ്രാമേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ടെസ്റ്റാണ്, നമ്മൾ കുറേ വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തി കഴിയുന്നതിനേക്കാളും നല്ലത് ചെറിയൊരു പെർസെൻറ്റേജ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇത് പക്ഷെ നമ്മൾ വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. ഈ കോൾഡ് പ്രോസസ്സിങ് നല്ല മിക്സിങ് വേണ്ട ഒരു സാധനമാണ്. ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് സോളാഗമാണ്. സോളാഗം 0.12. ഇനി നമുക്ക് ഈ ഗമ്മ് നേരെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ക്രീമിനെ അല്ലെങ്കിൽ ഒരു ജെല്ലിനെ ക്രീമാക്കി മാറ്റുന്ന എമിൾസിഫയർ, കോൾഡ് പ്രോസസ്സിങ് എമിൾസിഫയർ സെപ്പി മാക്സ് സെൻ. ഞാൻ ചില സമയത്ത് തിരിച്ച് പറയാറുണ്ട്, സെപ്പി സെൻ മാക്സ് എന്ന് പറയാറുണ്ട്. ശരിക്കും സെപ്പി മാക്സ് സെൻ. ഇത് ഗ്ലിസറിനും വെച്ച് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഗ്ലിസറേറ്റ് ഉപയോഗിക്കുന്ന കാരണം ഞാൻ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ നേരെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മളിത് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവർനൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒത്തിരി സമയമെടുക്കും ഇത് ശരിക്കും ഇത് വരാനായിട്ട്, സോക്ക് ചെയ്ത് ഹൈഡ്രേറ്റ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് ശംഖുപുഷ്പത്തിൻ്റെ ഇത് ഗ്ലിസറേറ്റ് ആഡ് ചെയ്യാത്തത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അതായത് അതിൻ്റെ തിക്നെസ്സും അത് ശരിക്കും കലങ്ങിയിട്ടുണ്ടോ എന്ന് ക്ലിയർ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അത് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഓയിലുകളെല്ലാം മെഷർ ചെയ്തെടുക്കാം. അതിൽ ഒലീവ് സ്ക്വിലൈൻ ഉണ്ട്, കൊക്കോ കാപ്രിലേറ്റ് ഉണ്ട്, വൈറ്റമിൻ ഇ, റോസ് ഹിപ്പ് ഓയിൽ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അളന്നെടുക്കാം. ഇനി നമ്മൾ അളന്നെടുക്കാൻ പോകുന്നത് എസെൻഷ്യൽ ഓയിലുകളാണ്. ഞാൻ 3 എസെൻഷ്യൽ ഓയിലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നീരോളി എസെൻഷ്യൽ ഓയിൽ, ജെറേനിയം എസെൻഷ്യൽ ഓയിൽ, ഫ്രാങ്കിൻസെൻസ് എസെൻഷ്യൽ ഓയിൽ. ഫ്രാങ്കിൻസെൻസ് എന്ന് പറയുന്നത് നമ്മുടെ കുന്തിരിക്കത്തിൻ്റെയാണ്. ഈ 3 എസെൻഷ്യൽ ഓയിലുകൾക്കും അതിൻ്റേതായ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് സ്കിൻ റീജനറേഷൻ, സ്കിൻ എക്സ്ഫോളിയേഷൻ. ഈ ഡാർക്ക് സ്കിന്നും അതുപോലെയുള്ള കാര്യങ്ങൾ പോയാൽ മാത്രമേ, ആ സെൽസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പുതിയത് വരുള്ളൂ. ഇനി ഇത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ വളരെ ചെറിയ പെർസെൻറ്റേജ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ ജെറേനിയം എസെൻഷ്യൽ ഓയിലുകൾ യൂസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഓരോ രാജ്യത്തിൻ്റെ ജെറേനിയം എസെൻഷ്യൽ ഓയിലിനും
മണം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അത് എടുക്കുന്ന പാർട്സ് ചിലത് ലീവ്സിൽ നിന്ന് എടുക്കുന്നതുണ്ട്, ചിലത് ഫ്ലവറിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതിൻ്റെ അനുസരിച്ച് വിലയും ഡിഫറെൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ റോസ് ജെറേനിയം എസെൻഷ്യൽ ഓയിൽ എന്ന് കാണും, അത് നല്ല പ്ലീസിങ് സ്മെല്ലാണ്. അത് ഫ്ലവറിൽ നിന്ന് എടുക്കുന്നതാണ്, അപ്പോൾ അതിന് വില കൂടുതലാണ്. ഈ എസെൻഷ്യൽ ഓയിലുകൾ സ്കിന്നിനും ഹെയറിനും നമുക്ക് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു അലോവേറ ജെല്ല്, നല്ലൊരു അലോവേറ ജെല്ല് മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെബം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അഗ്നിയോ സ്കിന്നുള്ളവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാങ്കിൻസെൻസ് ജെറേനിയം എസെൻഷ്യൽ ഓയിൽ വളരെ ചെറിയ പെർസെൻറ്റേജിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡെയിലി ഫേസിലിട്ട് നോക്കൂ, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഹെയറിൽ നമുക്കിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജെല്ല്, അലോവേറ ജെല്ല് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ, ജെറേനിയം എസെൻഷ്യൽ ഓയിൽ ഇങ്ങനത്തെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പിൽ നമുക്ക് നല്ല ചേഞ്ചസ്, മെയിനായിട്ട് ഈ ഡാൻഡ്രഫ് അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ പറ്റും. ഇനി നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ വാട്ടറിൽ ഉള്ള എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ഗ്ലിസറിനിലുള്ള എക്സ്ട്രാക്റ്റും രണ്ടും അളന്നെടുക്കാം. വാട്ടറുള്ള എക്സ്ട്രാക്റ്റ് ഞാൻ പറഞ്ഞു, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, അത് നമ്മൾ എടുത്ത് വെച്ച് കുറച്ചാൾ എടുത്ത് വെച്ച് നോക്കണം, എന്നിട്ട് വേണം, അത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ എടുത്ത് വെച്ച് യാതൊരു പ്രശ്നവുമില്ല, അപ്പോൾ അതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അത് വാട്ടറുള്ള എക്സ്ട്രാക്റ്റ് 2.5ഉം ഗ്ലിസറിൻ, അതായത് ഗ്ലിസറിനിലുള്ള എക്സ്ട്രാക്റ്റ് 3.5ഉം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന സെപ്പി മാക്സൻ അത് വെച്ചിട്ട് നമ്മൾ സോളാഗമം കൂട്ടിയിട്ട് വെച്ചിരുന്നിരുന്നല്ലോ വാട്ടറിൽ, അതെന്തായെന്നൊക്കെ ഞാനൊരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴും അത് അത്രയും അങ്ങോട്ട് ആയിട്ടില്ല. അതിനുവേണ്ടി നമ്മളിത് ഓവർനൈറ്റ് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ, കാരണം നമുക്ക് ഇതില്ലാത്ത കാരണമാണ്, മിക്സർ ഇല്ലാത്ത കാരണമാണ്. അതുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പീഡ് സെറ്റ് ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കൃത്യമായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ 50% ഉണ്ടാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലെൻഡർ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഹാൻഡ് മിക്സർ വെച്ച് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ എന്നിട്ട് ഇത് അതിലേക്ക് ഇനിയിപ്പോൾ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ എക്സ്ട്രാക്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇരിക്കുന്നത് മുഴുവൻ മിക്സിങ്ങിലാണ്. മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പിന്നെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ലാസ്റ്റ് നമ്മൾ മറ്റേ പ്രിസർവേറ്റീവ് ഞാൻ ആഡ് ചെയ്തത് ജിയോഗാർഡി സിറ്റി തന്നെയാണ് ഞാൻ ആഡ് ചെയ്തത്. അത് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് 0.50 ആണ്. ഇനി നമുക്ക് ഓയിൽ കുറച്ചീശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതുകൊണ്ട് ബ്ലെൻഡറാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ബ്ലെൻഡർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഫാസ്റ്റായിട്ട് കിട്ടും. പക്ഷേ ഞാൻ ഹാൻഡ് മിക്സർ ആയതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. ആദ്യം ഹാൻഡ് മിക്സർ വെച്ചു, പിന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്യും, പിന്നെ ഹാൻഡ് മിക്സർ വെച്ചു. ഓൾമോസ്റ്റ് മോർ ദാൻ 1 ഡേ എടുത്തു ആ ഒരു കൺസിസ്റ്റൻസിയിൽ എനിക്ക് കിട്ടാനായിട്ട്. ഇപ്പോൾ എല്ലാം മിക്സിങ് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് pH അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സോഡിയം ബൈകാർബണേറ്റിൻ്റെ ലായനിയാണ്. അതൊരു 6 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് pH ടെസ്റ്റ് ചെയ്യുക, അപ്പോൾ നല്ല പ്രോപ്പറായിട്ട് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തത്. അതായത് ഇപ്പോഴും ആ കൺസിസ്റ്റൻസി എനിക്ക് ഹാപ്പി അല്ലായിരുന്നു. ഒരു ക്രീം ഒരു ഇതിലേക്ക് വന്നിട്ട് ടെക്സ്ചറിലേക്ക് വന്നില്ല. അപ്പോൾ ഞാനത് അങ്ങനെ വെച്ചൊരു ദിവസം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിലാണ് ഞാൻ എടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ക്രീമിൻ്റെ ആ ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ കോൾഡ് പ്രോസസ്സിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മിക്സിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ലിമിറ്റേഷൻ കോൾഡ് പ്രോസസ്സിങ്ങിന് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒന്ന് മെഷീനറി ഉണ്ടെങ്കിൽ ഏറ്റവും ഈസിയാണ് വലിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കാനായിട്ട്. ടെസ്റ്റിങ്ങിനൊക്കെ ഇതൊക്കെയാണ്, കൈകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ കോൾഡ് പ്രോസസ്സിങ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ലിമിറ്റഡ് ആണ് കോൾഡ് പ്രോസസ്സിങ് എമൽസിഫയേഴ്സ്. ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ടെസ്റ്റിന് വേണ്ടി ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട് ചെറിയ ബോട്ടിൽ, പിന്നെ നമുക്കും നമ്മുടെ രീതിയിൽ നമുക്കും എടുത്തു വെക്കണം, ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ ഒരു ഹോട്ട് പ്രോസസ്സിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.